ഏതെങ്കിലുമൊക്കെ നേതാക്കൾ ഇത് പരസ്യമായി വന്ന് പറയുന്നുണ്ടോ പറയുന്നില്ലേ, ശബരിമല ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ എന്നതിനപ്പുറം ഗ്രൗണ്ടിൽ ശബരിമല ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രാദേശികമായി നടക്കുന്ന പ്രചാരണത്തിലടക്കം ശബരിമല വലിയ വിഷയമായി ഇപ്പോഴും വരുന്നുണ്ട്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ SKN നൽകിയ അഭിമുഖത്തിലടക്കം അദ്ദേഹം അവരുടെ ടാഗ് ലൈൻ എടുത്തു പറയുന്നുണ്ട്. അതായത് സ്വർണം കട്ടവരെ മതിയായി എന്നുള്ള നിലയിൽ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള പ്രചാരണ മുദ്രാവാക്യത്തിന് മറുപടിയായി മറ്റാരുണ്ട് അയ്യപ്പന്റെ സ്വർണം കക്കാനല്ലാതെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് ചെയ്യുന്ന ആധാരം രാഹുൽ ഗാന്ധി വന്ന് വീണ്ടും കേരളത്തിൽ ഈ വിഷയം സജീവമാക്കി കൊണ്ടുവരുന്നതോട് കൂടിയാണല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിയുടെ ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഈ ആകാശത്തു കൂടി പോകുന്നത് ഏണി വെച്ച് കയറി വാങ്ങുക എന്നൊരു പ്രയോഗമുണ്ട്. അതിന്റെ പ്രാക്ടിക്കാലിറ്റിയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലൂടെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയം ഏത് സമയത്തും ഉന്നയിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്. അത് അവരുടെ പരിധിയിൽ വരുന്ന കാര്യവുമാണ്. പക്ഷേ ഒരു വിഷയം ഉന്നയിക്കുന്നതിന് മുൻപ് തങ്ങളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഒരു ദേശീയ പാർട്ടിക്ക് ആ ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ പല രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലേ. പക്ഷേ സ്വർണം കട്ടവരും സ്വർണം വിറ്റവരും സ്വർണം വാങ്ങിയവരും ഒരേ ഫ്രെയിമിൽ വന്ന ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. അത് സോണിയാഗാന്ധിക്കൊപ്പം ഈ പ്രതികൾ എല്ലാവരും നിൽക്കുന്ന ചിത്രമാണ്. കുറെ ചിത്രങ്ങൾ പുറത്തു വന്നതുകൊണ്ടോ ഇവർ സോണിയാഗാന്ധിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു എന്നതുകൊണ്ടോ ഇവർക്ക് എങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതികളാണ് എന്നെ കൂടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞതുകൊണ്ടോ സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊരു ആരോപണവും നമുക്കില്ല, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ വലിയ തരത്തിൽ ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നു, ഇത് ചർച്ചയാകുന്നു, കോൺഗ്രസിനോട് ചോദ്യം വരുന്നു. ഇന്ന് വരെ രാഹുൽ ഗാന്ധിയോ ഏതെങ്കിലും ഒരു ദേശീയ നേതാവോ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ആ സാഹചര്യം എന്നുള്ളത് ഇതുവരെ അവർ വിശദീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ CPIM-ന് നേരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നേരെ ആരോപണം നീളുമ്പോൾ എല്ലാ നേതാക്കളുടെ പ്രതികരണങ്ങൾ തേടാറില്ലേ നമ്മൾ? ഈ വിഷയം ഗ്രൗണ്ടിൽ ചർച്ചയാവുകയാണെങ്കിൽ, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിൽ കാറ്റലിസ്റ്റായി, ഒരു വിഷയം കാറ്റലിസ്റ്റായി എന്നേ പറയാൻ പറ്റുള്ളൂ. പരമപ്രധാനമായ ഈ വിഷയമാണ് അലയടിച്ചതെന്നൊന്നും അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. പക്ഷേ ഇത് വീണ്ടും ചർച്ചയാകുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നടക്കം നമ്മൾ എവിടെയോ മറന്നു വെച്ച പാരഡി പാട്ട് വീണ്ടും പാടുമ്പോൾ അത് LDF-ന് കോട്ടമാകും എന്നൊരു തോന്നലുണ്ടോ? ഞാൻ അതാണ് പറഞ്ഞു വന്നത് സുഹൈൽ. രാഹുൽ ഗാന്ധി വന്ന് ഈ വിഷയം വീണ്ടും ഉന്നയിക്കുമ്പോൾ അത് വീണ്ടും അത് UDF-ന്റെ നെഞ്ചത്തേക്ക് ബൂമറാങ്ങായി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം വരുന്ന പ്രതികരണങ്ങളടക്കം നമ്മൾ കാണുന്നത്, ഈ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലടക്കം കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ വന്ന് പാരഡി പാട്ട് പാടുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആ പാരഡി പാട്ടിന് മുൻപോ ശേഷമോ എന്തിന് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഈ പ്രതികൾ ചെന്നു എന്നതിന്റെ കൂടി ഉത്തരവാദിത്തം പറയേണ്ട, മറുപടി പറയേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ കണ്ണടച്ചുകൊണ്ട് ഈ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നിടത്താണ് പ്രശ്നം. കേരളത്തിലെ നേതാക്കളൊക്കെ ഇത് സജീവമാക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. അവരോട് ചോദിക്കുമ്പോൾ പല നമുക്ക് അടിസ്ഥാനരഹിതമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അർത്ഥമില്ല എന്ന് തോന്നുന്ന പല പ്രതികരണങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ചിത്രത്തിലേക്ക് വരുമ്പോൾ അതല്ല, ആരോപണം അവർക്ക് നേരെയാണ്. സോണിയാഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിയോടൊപ്പമുള്ള ഈ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ സോണിയാഗാന്ധി നിലവിൽ ആരോഗ്യം വളരെ മോശമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ്. അപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി ആ കാര്യങ്ങളെ ഊന്നുമ്പോൾ രാഹുൽ ഗാന്ധി ഇതിനു കൂടി മറുപടി പറയണമായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.